ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീതു ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ അവർ 3 പേരും കൂടെ നീതുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ എന്നെ ഒന്ന് തല്ലി നോക്കുന്നില്ലേ എന്ന് ചോദിച്ചു. എന്താ നിങ്ങൾക്ക് എന്നെ തല്ലാൻ പേടിയാണോ എന്ന് നീതു ചോദിക്കുക. എല്ലാത്തിനും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ നീതു. അപ്പോൾ ഇനി എന്നെ തല്ലാൻ കൈയൊങ്ങിയാലേ ഈ നമ്പറിലേക്ക് അപ്പം കോള് പോകുമെന്നും അതോടെ എല്ലാവരും അകത്താകുന്നു. അവൻ്റെ ഒരു ആങ്ങള കളിക്കൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക നമ്മുടെ നീതു. അച്ഛനെ കുറിച്ച് എനിക്ക് ഒരു പരാതിയില്ല, പക്ഷേ ഇവർ പറയുന്നതും കേട്ട് ഹരീഷിൻ്റെ കടയിൽ ചെന്നിന് ബഹളം ഉണ്ടാക്കാൻ നിന്ന അപ്പം ഇല്ല, ഞാൻ പോകത്തില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അമ്മ ഇങ്ങനെ നോക്കുക മോളെ. അപ്പം എന്താ നീ നോക്കുന്നത്? എന്താ അമ്മ നോക്കുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിപ്പോകാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ നീതു. ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ നിങ്ങൾ എന്നെ പറ്റത്, അതുകൊണ്ടേ എനിക്ക് ഇറങ്ങിപ്പോകാൻ തോന്നുന്നത് വരെ എന്നെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, മനസ്സിലായല്ലോ എന്നൊക്കെ നീതു അമ്മയോട് പറയണു. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കണു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ഓക്കെ? അതും പറഞ്ഞ് നമ്മുടെ നീതു ഓടുന്ന അങ്ങോട്ടേക്ക് പോയി. നീതു അങ്ങ് TV കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഇവർ നീതുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നീതു ഹരീഷിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അതെ അവർ ചന്തുവും അതുപോലെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ പോലീസ് വന്നതിന് ശേഷം എന്തായി അവിടെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ശേഷം എൻ്റെ നേരെ നോക്കാൻ പോലും അവർക്കൊക്കെ പേടിയാണെന്ന് പറഞ്ഞു. നോക്കിക്കോ, നമ്മുടെ കല്യാണത്തിന് ഒരു തടസ്സം കാണില്ല, അത് ഉറപ്പാണെന്നൊക്കെ നീതു ഹരീഷിനോട് പറയാം. അപ്പം ഞാൻ പോട്ടെ, അല്ല ഹരീഷേട്ട് നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. വേണ്ട, ഇത്രയും പുലിവാലൊക്കെ ഉണ്ടാക്കിയതല്ലേ, ഇനി ബൈക്കിൽ ചെന്നിറങ്ങുമ്പോൾ അവരെ വീണ്ടും അപമാനിക്കാൻ ചെന്നതുപോലെ ആകും, അതുകൊണ്ടേ എന്നെ നാളെ കൊണ്ടുവിട്ടാൽ മതി എന്ന് നീതു. ഒന്നിട്ട് നമുക്ക് വിഷമിപ്പിക്കാം, എല്ലാ ദിവസവും വേണ്ട എന്നും പറഞ്ഞ് നീതു അവിടെ അങ്ങ് പോവുക. പോയ നീതു എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോയി അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, അല്ലെങ്കിൽ രാത്രി അതുകൊണ്ടോ ഇതുകൊണ്ടോന്നൊന്നും പറഞ്ഞ് വിളിച്ചേക്കരുത് കേട്ടോ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നീതുവിനോട് അവർ പറയാം. ഇപ്പോൾ തുടക്കത്തിൽ നിന്നതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമായിരുന്നു, അതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ശരി എന്നും പറഞ്ഞ് അവർ നിൽക്കുന്നു. നീതു അവിടെ നിന്ന് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കാം. ആ സമയം പോലീസിനെ പേടിച്ച് അവളുടെ വീട്ടുകാർ അനങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നികേഷ് ഇരുന്ന് പറയാം. അതേടാ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ നമ്പർ വരെ കൊടുത്തിട്ടാ ആ SI പോയതെന്ന കാര്യമൊക്കെ ഹരീഷ് പറയണേ. ഇപ്പോൾ അവൾ ഇരിക്കണവരത്തൂടി അവളുടെ ഞങ്ങളെ വന്ന് ഇരിക്കില്ലെന്നാണ് പറഞ്ഞതെന്ന് ഹരീഷ് പറയണം. മേടിക്കുക, അവൾ ആൾ പില്ലറക്കാരിയല്ല, എന്നാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെ പരാതി കൊടുത്ത കുറച്ച് കൂടിപ്പോയില്ലെന്ന് എൻ്റെ ഒരു സംശയം എന്ന് സുഭാഷ്. എന്ത് കൂടിപ്പോയെന്ന് ഒരു സംശയം വേണ്ട സുഭാഷ് ഏട്ടാ. അതെ, അവരവളെ അത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടാ, അല്ലെങ്കിൽ അത് യാതൊരു സംശയവും വേണ്ട എന്നും പറഞ്ഞ് സുധീഷ് പറയാം. എന്നാലും അവളുടെ ധൈര്യം സമ്മതിക്കണം, ആ ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല എന്ന് നമ്മുടെ നിധി പറയാട്ടോ. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കുക, നീതുവിനെ പോലെ ഞാനും ബുദ്ധിപൂർവ്വം പോലീസിനെ വിളിച്ച് വരുത്തി വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വീട് വിട്ട് വരേണ്ടി വരുമായിരുന്നില്ല എന്നും ഇങ്ങനെയൊന്നും ജീവിതത്തിൽ സംഭവിക്കില്ലായിരുന്നു അല്ലേ എന്ന് നിധി ഇങ്ങനെ സുഭാഷിനോട് പറയുമ്പോൾ, അല്ല നീതുവിൻ്റെ അച്ഛനെ പോലെ ഓട്ടോ ഡ്രൈവർ അല്ലല്ലോ നിധിയുടെ അച്ഛൻ, പോലീസ് നിധി പറയുന്നത് കേൾക്കുമോ അത് അച്ഛൻ പറയുന്നത് കേൾക്കുമോ എന്ന് സുധീഷ് അന്നേരം നിധിയോട് ചോദിച്ചു. പിന്നെ അങ്ങനെ വീട്ടിലിരുന്ന് കഴിഞ്ഞാലും അവർ ജോലിക്ക് വിടുമെന്ന് തോന്നുന്നുണ്ടോ? സ്വന്തം കാലം നിൽക്കാൻ അവർ അനുവദിക്കുമോ? ഇല്ലല്ലോ. അതൊക്കെ വിട, കഴിഞ്ഞു പോയതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് നിധി അന്നേരം പറയാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സുധീഷ്. അപ്പം നികേഷ് ഇങ്ങനെ നോക്കും. അപ്പോൾ സുഭാഷ് മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും ഹരീഷിനോട് അവൾക്ക് നിസ്സാര പ്രേമമൊന്നുമല്ല കേട്ടോ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഹരീഷ് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു കാരണവശാലും അവളെ വെട്ടുകളഞ്ഞേക്കരുത് കേട്ടോ എന്നൊക്കെ നിധി പറയാം. നീ അവളെ കൈവിടരുത് കേട്ടോ ഹരീഷ്, എനിക്കതേ നിന്നോട് പറയാനുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി അവൾ ഇതുപോലെ പുലിവാലൊക്കെ പിടിച്ചതെന്നും എന്നും പറഞ്ഞു നമ്മുടെ ഹരീഷ് ഇരിക്കുക. അപ്പോൾ സുഭാഷ് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയം നമ്മുടെ സുധീഷ് അതുപോലെയല്ലേ എന്നെ വിശ്വസിച്ച് നിധി ഇറങ്ങിപ്പോകുന്നത്, ഒരു കാരണവശാലും ജീവിത അവസാനം വരെ ഞാനും നിധി ഉപേക്ഷിക്കില്ല എന്ന് സുധീഷ് നിധിയോട് പറഞ്ഞപ്പോൾ നിധി ഇങ്ങനെ നോക്കുക കേട്ടോ സുധീഷിനെ. കയ്യിൽ നിന്ന് പോയി എന്ന് സുധീഷിന് മനസ്സിലായി. എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. സുധീഷ് വല്ല ചിരിയൊക്കെ ചിരിച്ച് നിധിയെ നോക്കിയപ്പോൾ നിധി തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അയ്യോ കയ്യിൽ നിന്ന് പോയേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുധീഷിന് നേരെ കയ്യും കാലൊക്കെ കാണിക്കും കേട്ടോ. അല്ല അങ്ങനെയല്ല, അതിപ്പോൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ അറിയാതെ അപ്പോഴും നിധി ഇങ്ങനെ നോക്കിയിരിക്കാം. സോറി അപ്പം നിധിക്ക് ദേഷ്യം വന്നു. നിധി ഇങ്ങനെ നോക്കൂ. അങ്ങനെ എല്ലാവരും കൂടെ അന്നേരം അതൊരു തമാശയാക്കി ചിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് സുധീഷിനൊന്ന് നേരെ ശ്വാസം വീണത്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അച്ഛൻ അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടിയിരിക്കുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് നിധി വന്നു. എന്നാന്ന് ചോദിച്ചു. അല്ല എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണേ, എന്നാ കാര്യം? ചീത്ത വിളിക്കാനോ മറ്റുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു. അപ്പോഴും നിധി മിണ്ടാതെ ഇങ്ങനെ നോക്കാം. അല്ല പിള്ളേർ വിളിച്ചാൽ തിരിച്ചു വിളിക്കുകയെ, നീ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കത്തില്ല, അതുകൊണ്ട് ചുളുവിന് ചീത്ത വിളിക്കാമെന്ന് വിചാരിച്ച് വന്നതാണോ എന്ന് ചോദിച്ചു. ഇന്ന് ചൊവ്വാഴ്ചയാ, ചീത്ത വിളിക്കാൻ പറ്റില്ല തുസ, ചൊവ്വാഴ്ച നഖം വെട്ടിക്കൂടാന്നാ പറയുന്നത്. ഓ അതാണോ?
എനിക്ക് ഇന്നേ ഒഴിവ് കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ വലിയ പണിയാണല്ലോ അല്ലേ? എനിക്ക് പണിയുണ്ടാകും ഉണ്ടാകാതിരിക്കും. അതിന് നിനക്കെന്താണെന്ന് ചോദിച്ചു നേരം. വീടിന് ദോഷം വരുന്ന കാര്യം കണ്ടപ്പോൾ പറഞ്ഞെന്ന് മാത്രമൊന്ന് നിധി. ഈ വീടിന് എന്നാ ദോഷം വരാനാണെന്ന് നേരം അച്ഛൻ ചോദിക്കുക. ചൊവ്വാഴ്ച ദിവസം എൻ്റെ മകൻ മണ്ണിൽ വീഴുന്നത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. ചില കാര്യങ്ങളൊക്കെ നോക്കിയാലേ വീടിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. നീ എന്താ ഒരുമാതിരി തൈ കിളവികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നേ? ഒരു കൊച്ചു പെണ്ണാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. ഞാൻ കയറാൻ നോക്കിയപ്പോഴേ നല്ല തിരക്കായിരുന്നു. അപ്പൊ പിന്നെ കയറണ്ടാന്ന് വെച്ചു, അത്രേ ഉള്ളൂ എന്ന് നിധി. വെറുതെ അല്ല ഇങ്ങനെ ആയി പോയേ എന്നും പറഞ്ഞ അച്ഛൻ. ഞാൻ ചോദിച്ചോട്ടെ? അയ്യോ എൻ്റെ പൊന്നോ വേണ്ടായേ, ചോദിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞ് കൈ കൂപ്പി കാണിക്കുമ്പോൾ നീ ഒന്നും ചോദിക്കണേ, എന്നെ വെറുതെ വിടാവോ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞാലും ഞാനത് ചോദിക്കുമെന്ന് പറഞ്ഞു നിധി. ചോദിക്കാൻ നീ തീരുമാനിച്ചു, എന്നാൽ പിന്നെ ചോദിക്കൂ എന്നൊരു ചോദ്യം അതിൻ്റെ ആവശ്യം എന്താ? ഇവിടെ എല്ലാവരുടെ അച്ഛനല്ലേ നിങ്ങൾ? അത് നിനക്ക് ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോഴാണോ മനസ്സിലായത്? അതുപോലെ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതൊന്നും ഞാൻ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞാൻ ഇന്നു മുതൽ ഓരോരുത്തരെ പുറത്ത് കയറ്റിയിരുത്തി ആന കളിക്കാം, എന്താ അത് മതിയോ? സുഭാഷ് ചേട്ടൻ ഇനിയും കല്യാണം ആയിട്ടില്ല. അതിനുവേണ്ടി അച്ഛൻ എന്നുള്ളൊരു നിലയിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കാം. ഒരു നല്ല കുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാ എൻ്റെ ചേട്ടനെ നല്ലൊരാളെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുത്തത്. നിന്റെ ചേട്ടനെ നല്ലൊരാളെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുത്ത അതേ അച്ഛനാ നിനക്കൊരു കോന്തനെ കണ്ടെത്തി കല്യാണം നടത്താൻ തീരുമാനിച്ചതെന്ന് ഭാസ്കരേട്ടൻ പറയണം. അതുകൊണ്ടാണ് നീ വീട് വിട്ട് ഓടി വന്നതെന്നും കൂടി ഒന്ന് കൂട്ടി പറയാൻ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, എൻ്റെ അച്ഛൻ്റെ കാര്യം വിട്. നിങ്ങളൊരു നല്ല അച്ഛനാണോ? അപ്പം സുഭാഷ് ചേട്ടൻ ഒരു നല്ല കുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ ഓഹോ അത് മോളെ, നല്ല അച്ഛനെന്ന് വെച്ചാൽ ആരാണെന്ന് അറിയോ? തൻ്റെ മകൻ ഒരു പെണ്ണിനെ വഴിയിൽ കണ്ടെത്തി കെട്ടിക്കൊണ്ടു വന്നിരുന്നാലും പ്രേമിച്ച് കെട്ടിക്കൊണ്ടു വന്നതിനാലും ഇനി ശരിയായ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നതാണെങ്കിലും ഒരേപോലെ കാണുന്നവനാണ്. അതാണ് മൈ സെൽഫ് ഭാസ്കരൻ എന്നൊക്കെ പറഞ്ഞ് പറയാം. അപ്പോൾ ദേ സുഭാഷിനെ പറ്റിയും മറ്റു മക്കളെ പറ്റിയൊക്കെ നിധിയോട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ദേ സുഭാഷ് ചേട്ടന് നല്ലൊരാളെ കണ്ടെത്തി കൊടുത്താൽ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചാൽ നിധി ചെല്ലുന്നു. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ ഞാനൊരു കൊലയാളി ഭാസ്കരനാ, ഞാനൊരു വീട്ടിൽ പോയി പെണ്ണി വെച്ച് ആരെങ്കിലും തരുമോ എന്ന് ഭാസ്കരേട്ടൻ ചോദിക്കണം. നീ എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് പിള്ളേർ അറിയണ്ട കേട്ടോ, അവരും എന്നെ നിനക്ക് സ്വൈര്യം തരില്ല കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാണ്. അല്ല, നിനക്കിതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? ദിവസം ജോലിക്ക് പോകുന്നില്ലേ? അതിനെപ്പറ്റി ആലോചിക്കാൻ ഒന്നും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ നിധി ഇങ്ങനെ നോക്കുക. വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലേ കുറച്ച് ഡിസൈനൊക്കെ വരച്ച് കഴിവ് തെളിയിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ മതി, എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിധി നിൽക്കുമ്പം നീ പറയുന്നത് കേട്ടാ അയ്യോ കുറച്ച് നേരം എന്നോട് സംസാരിച്ചിട്ട് പോയെന്ന് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ എന്ന് അച്ഛൻ. നിധി ആണെങ്കിൽ അകത്തേക്ക് ഏറിപ്പോയി. അദ്ദേഹം വീഡിയോ വലിച്ച് പാട്ടും പാടി അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ അവിടെ നികേഷ്, സുധീഷ്, ഹരീഷ് ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ ഹരീഷ് നീതുവിനെ കുറിച്ച് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിധി അങ്ങോട്ടേക്ക് വന്നു. ചിരിക്ക്, എല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. മറ്റാളുകളുടെ ജീവിതത്തെപ്പറ്റി ഒന്നും അറിയണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും അവരവരുടെ കാര്യം ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിധി. അപ്പോൾ എന്താ ഇപ്പം ഉണ്ടായെന്ന് സുധീഷ് ചോദിച്ചപ്പം ഒന്നുമില്ല ഇവിടെ, ഒന്നും ഉണ്ടായില്ലേ ഇവിടെ എന്ന് നിധി ചോദിക്കുക. എന്നും പറഞ്ഞുകൊണ്ട് നികേഷ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഞാനിവിടെ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വീട്ടിൽ എന്താ ചെയ്തുകൊണ്ടിരുന്നേ? അപ്പോൾ ഇവരിരുന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നേ? അല്ല, പിന്നെയോ? സുഭാഷ് ചേട്ടന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എല്ലാവരും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം നിധി ഇവരോട് പറയുക. അതുണ്ടായിരുന്നു, പല കുടുംബങ്ങളിലും പോയി പെൺകുട്ടികളെ കാണാറും ഉണ്ടായിരുന്നു. ഇപ്പം എന്താ അതൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഇപ്പോൾ അത് അങ്ങനെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് കാണാൻ നിങ്ങൾക്കാർക്കും ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? ആഗ്രഹമില്ലെന്നോ? ഞങ്ങൾക്കോ നന്നായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് സുധീഷ് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞാൽ പോരാ, പ്രവർത്തിച്ച് കാണിക്കുകയാണ് വേണ്ടതെന്നും നിങ്ങളതിപ്പോൾ ചെയ്യുന്നില്ല എന്നും നിധി പറയാം. ഫോണ് നോക്കി പരസ്യവും നോക്കി അല്ലെങ്കിൽ തമാശയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വല്ല കാര്യവും നടക്കുമെന്ന് ചോദിച്ചു. അല്ല, സുഭാഷ് ചേട്ടൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്താ ഇതുവരെ ചെയ്തിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞേ. അത് പിന്നെ നോക്കിയിട്ടൊന്നും നടക്കാണ്ടായപ്പോൾ സുഭാഷ് ചേട്ടൻ വല്ലാണ്ട് ഡൗൺ ആയിപ്പോയി. കുറച്ച് നാളത്തേക്ക് സുഭാഷ് ചേട്ടൻ്റെ മൈൻഡ് ഫ്രീ ആവട്ടെ, അതുവരെ ആലോചനയൊന്നും വേണ്ടാന്ന് ഏട്ടത്തേനല്ലേ പറഞ്ഞതെന്ന് ഹരീഷ് ചോദിച്ചു. അപ്പം അത് ശരി, കുറ്റിപ്പം എൻ്റെ തലയിലേക്ക് കൊണ്ടിട്ടല്ലേ? അയ്യോ അങ്ങനൊന്നും അല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് പറഞ്ഞെങ്കിൽ തന്നെ എത്ര നാളായി, ഇനിയെങ്കിലും അതൊന്ന് ആലോചിച്ച് തുടങ്ങിക്കൂടെ? അതും ഇനി ഞാൻ വന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്താ നിങ്ങൾക്ക് ആർക്കും ഒരു തീരുമാനം ഇല്ലാത്തവരാണോ എന്നും ചോദിച്ചേ. ആദ്യം നിങ്ങൾക്ക് സുഭാഷ് ചേട്ടൻ വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അതാദ്യം ഒന്ന് പറഞ്ഞേ. ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. വാ തുറന്നൊന്ന് പറ. വേണം വേണമെന്നേ, വേണം വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇരിക്കുമ്പം നികേഷ വേണം 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 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു.
അപ്പോൾ അതിനുള്ള ജോലി ഉടനെ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. എല്ലാം നടക്കുന്നത് പോലെ ഇതും നടക്കുമെന്ന് വിചാരിച്ച് വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കാൻ പോണില്ല എന്നും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും പറഞ്ഞു. ഇന്ന് മുതൽ അതിന് വേണ്ടുന്ന പണി തുടങ്ങിക്കൊള്ളണമെന്നും പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഇവരിയ്ക്കുന്നു. നിധി അകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അപ്പോൾ ആ പറഞ്ഞത് 100% കാര്യമല്ലേ എന്ന് ഹരീഷ് ചോദിക്കുക. അങ്ങനെ ഇവർ സംസാരിച്ച് അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നിധി ജോലിക്ക് പോകണു. അതുപോലെ തന്നെ നികേഷ് കോളേജിലേക്ക് പോകുന്നു. അപ്പോൾ നികേഷ് എടുത്തി എന്താ പെട്ടെന്ന് രാവിലെ സുഭാഷേൻ്റെ കല്യാണക്കാരി എടുത്തിട്ടത്? പെട്ടെന്നോ? നല്ല കാര്യമായി. നിങ്ങളെല്ലാവരും അത് മറന്നതുപോലെ തോന്നി, അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മറന്നിട്ടൊന്നുമില്ല. എന്നിട്ട് ഒരാലോചനയും നടക്കുന്നില്ലല്ലോ. സുനന്ദയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ആലോചനയൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണ്. എന്ന് വെച്ചത് ആലോചിക്കേണ്ടെന്നില്ലല്ലോ. അതില്ല, ഇനി വൈകരുത് നികേഷേ, ഇനി വൈകിയാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് സുഭാഷേൻ്റെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പം അതാലോചിക്കാം. സുധീഷ് ഏട്ടനെയും ഹരീഷ് ഏട്ടനെയൊക്കെ ഞാൻ ചൂട് കയറ്റിക്കോളാം. അപ്പോൾ പറ്റാവുന്ന മാട്രിമോണിയിലൊക്കെ പരസ്യം കൊടുക്കണം. ആ ബ്രോക്കറെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നടക്കില്ല എന്ന് നമ്മുടെ നിധി പറയാം. അപ്പോൾ പിന്നെ നമുക്കതെല്ലാം ചെയ്യാന്നേ, ഇനി സീനില്ല എന്ന് പറഞ്ഞ് ഇവർ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് ചെല്ലുന്നു. ഇവർ ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറം ഒരു പെൺകുട്ടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് കയറി വന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നികേഷ് നോക്കുന്നുണ്ട്, ആ പെൺകുട്ടി നോക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നിധി നിനക്ക് എങ്ങനെയുള്ള കുട്ടി വേണോടാ എന്ന് നികേഷിനോട് ചോദിച്ചു. അപ്പോൾ എനിക്കങ്ങനെ തിടുക്കൊന്നുമില്ല, 1 വർഷം കഴിയട്ടെ, ഇപ്പോൾ കോളേജ് വിട്ട ഉടനെ നോക്കാം എന്നൊക്കെ നമ്മുടെ നികേഷ് പറയാം. അപ്പോഴത്തേക്ക് ആ പെങ്കൊച്ച അടുത്ത് നിന്ന് ഇതെല്ലാം കേൾക്കും കേട്ടോ. അപ്പോൾ 1 വർഷമോ ഒരു കുത്തിയം വെച്ച് തരും കേട്ടോ ഒന്ന് നിധി. ഒരു 28-29 വയസ്സായിട്ടൊക്കെ മതി എന്ന് പറഞ്ഞപ്പം 29 ഇത്തിരി ലേറ്റ് ആയി പോയില്ലേ എന്ന് നികേഷ് ചോദിക്കുന്നു. അപ്പോൾ കൊച്ചിങ്ങനെ നോക്കുക കേട്ടോ. സുധീഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു, ഹരീഷ് ഏട്ടന് പെട്ടെന്ന് തന്നെ കഴിയും, സുഭാഷ് ഏട്ടൻ്റെ കല്യാണവും പെട്ടെന്ന് തന്നെ നടത്തും നമ്മൾ. പിന്നെ ഞാനല്ലേ ഉള്ളൂ, എന്തിനാ അത് വൈകിക്കുന്നേ? അപ്പോൾ ഒന്ന് പോടാ, നല്ലൊരു ജോലി വാങ്ങിക്കാൻ നോക്കാം ആദ്യം കേട്ടോ. പിന്നെ നിൻ്റെ സുധീഷേട്ടൻ്റെ കല്യാണത്തെ പറ്റി നീ പറയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സോറി എന്ന് പറഞ്ഞ് നിൽക്കാം. ആ വിഷയത്തിൽ എന്തായാലും ഞാൻ ഇടപെടുന്നില്ല എന്ന് നമ്മുടെ നികേഷ്. അപ്പം നിധി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. ദിവസവും നീ ലഞ്ച് കൊണ്ടുപോകണില്ല എന്ന് സുഭാഷേട്ടൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ ഒന്ന് നിധി. അപ്പോൾ എൻ്റെ പൊന്നേട്ടത്തിന് ഞാൻ മടുത്തിട്ടാ. എന്നും ഓരോ സാമ്പാറും പുളിങ്കറി സാമ്പാർ പുളിങ്കറി മടുത്തു. എന്നും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നില്ലേടാ, അത് നീ ആദ്യം ആലോചിക്കാൻ പറഞ്ഞതി. അതൊക്കെ ശരിയാ, നമ്മുടെ വായിക്ക് പറ്റണ്ടേ എന്ന് നികേഷ് ഇതെല്ലാം വെച്ച് കേൾക്കാം. ഇനി മുതൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കഴിച്ചോളാം, എന്താ പോരെ? ഇടയ്ക്ക് സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കുന്നു, സുഭാഷേട്ടനോട് ഇടയ്ക്ക് ഒന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. പിന്നെയും ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നു. ആ സമയത്ത് നമ്മുടെ നിധി നീ ഇത് എങ്ങോട്ടേ നോക്കണേന്ന് ചോദിച്ചു. ഇല്ല ബസ്സൊന്നും വന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ നികേഷ് നോക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ നിധിയും തിരിഞ്ഞ് കൊച്ചിനെ ഒന്ന് നോക്കി. അപ്പോൾ കാര്യം മനസ്സിലായി. നീ എന്തിനാ കൊച്ചിനെ നോക്കുന്നതെന്ന് ചോദിച്ചു. നീ എന്തിനാടാ കൊച്ചിനെ നോക്കുന്നേ? എന്താടാ ആ കുട്ടിയുടെ നിനക്ക് ചുറ്റിക്കളി ഉണ്ടല്ലോ. അയ്യോ ഞാനല്ല, നീ അല്ലേ? അല്ലെന്നേ, ആ കുട്ടിയാണ് എന്നെ നോക്കുന്നത് എന്ന് നമ്മുടെ നികേഷ്. ആണോ? അതെ. അപ്പോൾ നമ്മുടെ നിധി വീണ്ടും അതിനെ നോക്കി, ഒന്നും അല്ലാത്തതുപോലെ. അപ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ പെങ്കൊച്ച് ഇങ്ങനെ നികേഷിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നിധിക്ക് കാര്യം മനസ്സിലായി. എങ്ങനെയുണ്ട് അതെന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ നികേഷ്. ഞാൻ ചുമ്മാ ക്യാഷ്വലായിട്ട് നോക്കിയതാ, അപ്പോഴാ ആ കുട്ടി എന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ നീ നോക്കിയത് കൊണ്ടല്ലേ അത് കണ്ടതെന്ന് നിധി ചോദിച്ചു. ഞാൻ മനഃപൂർവ്വം നോക്കിയതല്ലെന്നേ, സത്യമായിട്ടും അല്ല. ഏട്ടത്തി വേണമെങ്കിൽ നോക്കിക്കോ, ആ കുട്ടി എന്നെ നോക്കുന്നത് എടുത്ത് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഏട്ടത്തി നോക്കുമ്പോൾ എല്ലാ കുട്ടിയും നികേഷിനെ തന്നെ നോക്കി നിൽക്കുക. അതേടാ ശരിയാടാ, നിന്നെ തന്നെയാടാ നോക്കുന്നതെന്ന് നിധി. ആ സമയം ഇതേതാടാന്ന് ചോദിച്ചു. എനിക്കറിയില്ല, പുതിയതായിട്ട് വല്ലതും വന്നതായിരിക്കുമോ? എനിക്കറിയില്ല ഏട്ടത്തി. അത് ശരി, അപ്പോൾ ഏരിയയിലെ മുഴുവൻ കുട്ടികളെ നിനക്ക് അറിയാമല്ലേ? അപ്പോൾ ഒരുവിധമൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു നമ്മുടെ നികേഷ്. അതെ, ഞാൻ ഒന്നുകൂടി ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ നികേഷ് ഇങ്ങനെ നോക്കുന്നു. നികേഷ് നോക്കിയപ്പോഴും ആ കൊച്ചിങ്ങനെ നികേഷിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ, ചെറിയൊരു പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ചുകൊണ്ട്. ആ സമയത്ത് കൊണ്ട് നികേഷ് അതെ, ആ പെൺകുട്ടി എന്നെ തന്നെ നോക്കി തന്നെയാണ് നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നികേഷ് നിന്നിങ്ങനെ ഒരു കള്ള ചിരിയൊക്കെ. അപ്പോൾ നിധി ഇങ്ങനെ നിൽക്കുന്നു. ഇതുപോലെ നേരത്തെ ഒരുത്തി എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നതാ. ഞാൻ നേരെ ചെന്ന് അവളോട് ഇഷ്ടം പറഞ്ഞപ്പോൾ അവൾ പറയാം, അയ്യോ ചേട്ടാ എനിക്ക് ചേട്ടൻ്റെ ഒരു ബ്രദറിനെ പോലെയാണെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ നിധി ചിരി വന്നത്. നിധി നിന്ന് ചിരിക്കുന്നോ എന്നും പറഞ്ഞുകൊണ്ട് നികേഷ്. പക്ഷേ ഈ കുട്ടിയുടെ നോട്ടം അങ്ങനെ അല്ല കേട്ടോ, ഉറപ്പാ എന്നും പറഞ്ഞ നമ്മുടെ നികേഷ് പറഞ്ഞു. എന്ന് പറഞ്ഞ് നിധി ഇങ്ങനെ നിൽക്കുന്നു. ആ കൊച്ചപ്പോഴും ഇങ്ങനെ നമ്മുടെ നികേഷിനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നികേഷ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കള്ളനോട്ടമൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീഷ് അവിടെ ഇരിക്കുന്നു. ഹരീഷ് വന്നിട്ട് ഇമ്മാതിരി ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. എടാ അങ്ങനെയൊന്നും പറയല്ലേടാ, അന്ന് കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് വേണമായിരുന്നു, കയ്യിൽ കോപ്പി ഉണ്ടായിരുന്നത് ഞാനങ്ങ് എടുത്തു കൊടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെ അടുത്ത ആളറിയാതെ രജിസ്റ്റർ മാരേജ് നടത്തുന്നല്ലേ. എന്നിട്ട് ആധാർ കാർഡ് കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിനെ കുറേ നടത്തിപ്പിച്ചു അല്ലേ.
എടാ അത് ഞാൻ മറന്നു പോയതാടാ, നിധി നമ്മുടെ വീട്ടിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷോ നീയും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഹരീഷേ. അപ്പോൾ പിന്നെ അത് ചെയ്ത തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേന്ന് ചോദിച്ചു. തോന്നിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ആധാർ കാർഡ് കൊടുത്തിരുന്നെങ്കിലേ അവൾ പണ്ട് വീട് വിട്ട് ഹോസ്റ്റലിലേക്ക് പോയേനെ. ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അവൾക്ക് വീടും നിങ്ങളൊക്കെ ആയിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായില്ലേ. ഹോസ്റ്റലിൽ പോയിട്ട് അവൾ തിരിച്ചു വന്നില്ലേ, അതിന് വേണ്ടിയാ എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തായാലും സുഭാഷ് ചേട്ടന് വേഗം പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് ഏതൊരു പെണ്ണ് എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ അത് ലവ് കൊണ്ടാടാ, അയ്യേ ഇതാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ഇവർ തമ്മിൽ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.